റവ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. കളറ് മാറാത്ത രീതിയിൽ വേണം റവ വറുത്തെടുക്കാനായിട്ട്. ഇനി വറുത്ത റവ മേടിച്ചാലും അതൊന്നും കൂടി വറുത്തിട്ട് ചെയ്യുന്നതാണ് നല്ലത്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. കടുകിട്ട് കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ക്യാരറ്റ്, സവോള, പച്ചമുളക്, ഇഞ്ചി, വേണമെങ്കിൽ അതിനകത്തേക്ക് കുറച്ച് ബീൻസും കൂടി ചേർക്കാവേ. ഒന്ന് വഴറ്റിയെടുക്കാം. കറിവേപ്പില, കുറച്ച് ഉപ്പ്, ഇനി എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുത്തിട്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഉപ്പുമാവ് എപ്പോഴും ഒരു നനവോടുകൂടി കുറച്ച് കുഴഞ്ഞ ഒരു രീതിയിൽ ഇരിക്കുന്ന ഉപ്പുമാവാണ് കഴിക്കാനൊരു സുഖം. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം വേണം റവ ഇട്ട് കൊടുക്കാനായിട്ട്. റവ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്നിച്ചിട്ടിട്ടുണ്ടെങ്കിൽ കട്ട കിട്ടും. അപ്പോൾ ഒന്ന് കുറച്ചിട്ടിട്ടൊന്ന് ഇളക്കിയിട്ട് ബാക്കി പിന്നെ ചേർത്ത് കൊടുക്കാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമ്മളിതൊന്ന് ചെറിയ തീയിൽ അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ആവി കയറ്റി വേവിച്ചെടുക്കണേ. ഒത്തിരി സമയമൊന്നും വെക്കണ്ട കേട്ടോ. കുറച്ച് സമയം നന്നായിട്ടൊന്ന് ആവി കയറിയാൽ മതി. ഉപ്പുമാവ് പെട്ടെന്ന് വെന്ത് കിട്ടുമേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും കൂടി ചെയ്യണേ. ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഇതിന് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒട്ടും കട്ട കെട്ടാത്ത രീതിയിൽ തണുത്ത് കഴിയുമ്പോൾ കറക്റ്റായിട്ട് വരും. എപ്പോഴും ഈ ഒരു വെള്ളത്തിൻ്റെ പാകം ഈ ഒരു രീതിക്കാണെങ്കിൽ ഉപ്പുമാവ് കഴിക്കാൻ നല്ലതാണ്. ഒത്തിരി അങ്ങോട്ട് ഉണങ്ങിയിരിക്കുന്ന പോലെ ഉപ്പുമാവ് കഴിക്കാൻ അത്ര സുഖം ഉണ്ടാകത്തില്ല. കടുക് പൊട്ടിക്കുമ്പം കുറച്ച് ഉഴുന്നും കൂടി പൊട്ടിച്ചാൽ നല്ലതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും കൂടി ചെയ്യണേ.